വിശ്വാസ്യതയുടെയും നൂതനത്വത്തിന്റെയും തത്വങ്ങളിൽ സ്ഥാപിതമായ അറക്കത്തറ ഗ്രൂപ്പിന്റെ യാത്ര അതിന്റെ സ്ഥാപകരായ പി.ടി. തോമസ് അറക്കത്തറ, മത്തായി ജോസഫ് മടത്തിൽ കളത്തിൽ എന്നിവരുടെ വീക്ഷണത്തിന്റെ നേർസാക്ഷ്യമാണ്. 1973 പാദരക്ഷകൾക്കായുള്ള മൈക്രോ സെല്ലുലാർ ഹവായ് ഷീറ്റുകൾ നിർമ്മിച്ചു തുടങ്ങിയ സഹൃദയ റബ്ബർ ഇൻഡസ്ട്രീസ് എന്ന എളിയ സംരംഭം ഇപ്പോൾ വിവിധ വ്യവസായ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബഹുമുഖ കൂട്ടായ്മയാണ്. 1978 ശ്രീ പി.ടി. തോമസിന്റെ മരണാനന്തരം വെല്ലുവിളികൾക്കിടയിലും അചഞ്ചലമായ സമർപ്പണത്തിലൂടെയും തന്ത്രപരമായ വൈവിധ്യവൽക്കരണത്തിലൂടെയും അദ്ദേഹത്തിന്റെ മക്കളായ ശ്രീ എ.ടി. ചാക്കോ, തോമസ്, തമ്പി തോമസ് എന്നിവർ ചേർന്ന് പാദരക്ഷ വ്യവസായത്തിൽ നിന്ന് പ്രിയ കളർ ലാബ് എന്ന ഫോട്ടോ സ്റ്റുഡിയോയിലേക്കും റബ്ബർ ഫ്ലോർ കവറിംഗിലേക്കും ഒടുവിൽ അന്താരാഷ്ട്ര വിപണികളിലേക്കും അതിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചു. 1987 ശ്രീ എ.ടി. ചാക്കോയും തോമസും ചേർന്ന് പ്രിയ റബ്ബർ പ്രോഡക്ട്സ് എന്ന സ്ഥാപനം കുറിച്ചിയിൽ ആരംഭിച്ചതുവഴി 90കളിൽ ഭാരതത്തിലുടനീളം തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അവർ ഉറപ്പാക്കി. 1998 ശ്രീ തോമസും ശ്രീ എ.ടി. ചാക്കോയുടെ മൂത്ത മകനായ ഡിറ്റോ ജേക്കബും കൂടി ആലപ്പുഴയിൽ അറക്കത്തറ പോളിമേഴ്സ് എന്ന സ്ഥാപനം റബ്ബർ മാറ്റ് നിർമ്മാണത്തിനായി ആരംഭിക്കുകയും അതുവഴി ഡിറ്റോ ജേക്കബ് ഈ ബിസിനസ്സിലേക്ക് കടന്നുവരികയും അത് ഗ്രൂപ്പിന് ശക്തിയും വളർച്ചയ്ക്കാക്കം കൂട്ടുകയും ചെയ്തു. ഈ സ്ഥാപനമാണ് ഇപ്പോൾ കാണുന്ന ഗ്രൂപ്പിന്റെ വളർച്ചയുടെ വഴിത്തിരിവ്. 2004 ശ്രീ എ.ടി. ചാക്കോയുടെ രണ്ടാമത്തെ മകനായ ഡിജോ ജേക്കബ് കൂടി ഗ്രൂപ്പിനൊപ്പം ചേർന്ന് യുവത്വത്തിന്റെ ശക്തി പകർന്നു. ഗുണനിലവാരത്തിലും മികവിലുമുള്ള പ്രതിബദ്ധത ഗ്രൂപ്പിന് ISO സർട്ടിഫിക്കേഷനുകളും സ്റ്റാർ എക്സ്പോർട്ട് ഹൗസിന്റെ അംഗീകാരവും ഉൾപ്പെടെയുള്ള അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ സമ്മാനിച്ചു. എന്നിരുന്നാലും ബിസിനസ്സിലെ ശ്രദ്ധേയമായ വിജയത്തിനപ്പുറം അറക്കത്തറ ഗ്രൂപ്പ് സാമൂഹിക ഉത്തരവാദിത്വത്തിലും ആഴത്തിൽ വേരൂന്നി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും പ്രാദേശിക കമ്മ്യൂണിറ്റികളെ ശാക്തീകരിക്കുന്നതിലൂടെയും ജീവകാരുണ്യ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെയും അവർ സാമൂഹിക ഉന്നമനത്തിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. തോമസ്, ഡിറ്റോ ജേക്കബ്, ഡിജോ ജേക്കബ് എന്നിവരുടെ മേൽനോട്ടത്തിൽ മികച്ച നിലവാരമുള്ള റബ്ബർ ഫ്ലോർ കവറിംഗ് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് അഭിവൃദ്ധി പ്രാപിക്കുന്നു. 6 സ്ഥലങ്ങളിലായി 10 ചെറുകിട യൂണിറ്റുകളുള്ള അവരുടെ വിറ്റുവരവ് ശ്രദ്ധേയമായ ഉയരത്തിലെത്തി. ഗവൺമെന്റുകൾക്ക് നൽകേണ്ട നികുതികളും മറ്റും യഥാസമയം നൽകുകയും അതുവഴി രാഷ്ട്ര നിർമ്മാണത്തിലും GDP വളർച്ചയിലും പങ്കുകാരായി മറ്റുള്ളവർക്കൊരു മാതൃകയായി ഗ്രൂപ്പ് നിലകൊള്ളുന്നു. തുടക്കകാലത്ത് 10 പേർ മാത്രമായിരുന്ന സ്ഥാപനം ഇന്ന് 500-ലധികം പ്രദേശവാസികൾക്ക് തൊഴിലുറപ്പാക്കുന്നു. ഇതിൽ 200-ലധികം സ്ത്രീകൾക്ക് മുൻഗണന നൽകി സ്ത്രീ ശാക്തീകരണത്തിന് ചുക്കാൻ പിടിച്ചു മുന്നേറുന്നതിനൊപ്പം അർഹരായ ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്യുന്നു. കാറ്റിലും മഴയിലും വീട് തകർന്ന് നിരാലംബരായ ചിങ്ങവനം പുത്തൻതോടിന് സമയം താമസിക്കുന്ന എടത്തറ സോമൻ നാരായണൻ കുടുംബത്തിനും കരുണയുടെ കരങ്ങൾ നീട്ടി ചിങ്ങവനം അറക്കത്തറ ഗ്രൂപ്പും ലയൺസ് ക്ലബും ഞാനൊരു മറച്ചു കെട്ടാൻ പോലും എനിക്ക് മാർഗമില്ലാത്ത ദൈവം കൊണ്ട് തസ്കരെ കൊണ്ട് തന്നാണ് ഞാൻ പറയുന്നത്. അറക്കത്തറ ഗ്രൂപ്പ് 50-ാം വർഷത്തിന്റെ വിജയഗാഥയാഘോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അർപ്പണബോധത്തോടും ശക്തമായ സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ടീമിന്റെ സാന്നിധ്യം വിസ്മരിക്കാൻ പറ്റുന്നതല്ല. 1974 മുതൽ 2015 വരെ ഞങ്ങളോടൊപ്പം അക്കൗണ്ടന്റായി പ്രവർത്തിച്ച് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച പരേതനായ ശ്രീ PJ തങ്കച്ചൻ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ അചഞ്ചലമായ പിന്തുണയും ഈ വഴിത്താരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാർഗദർശിയായി എന്നും കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട എ.ടി. ചാക്കോ എന്ന ജോയ് ചായന്റെ വേർപാടും ഇത്തരുണത്തിൽ ഞങ്ങൾ വേദനയോടെ സ്മരിക്കുന്നു. വാണിജ്യരംഗത്ത് മികവ് പുലർത്തുക മാത്രമല്ല, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസിന്റെ ഉജ്ജ്വലമായ ഉദാഹരണമായി അറക്കത്തറ ഗ്രൂപ്പ് ഇന്നും ഉയർന്നു നിൽക്കുന്നു.